അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, മഞ്ചേരി ദാറുസ്സലാം ഇസ്ലാമിക കേന്ദ്രത്തിന് കീഴിൽ മീലാദ് മുബാറക് 1500 വാർഷികം വ്യത്യസ്തവും പുതുമയാർന്നതുമായ പരിപാടികളിലൂടെ നടന്നു വരികയാണല്ലോ. ഈ മഹാ ഉദ്യമത്തിൽ ബഹുവന്യ ഗുരുവര്യർ പി അലി അക്ബർ വഹബി ഉദിരംപൊയിലിൻ്റെ ശിഷ്യ കൂട്ടായ്മയായ ഇഷ്ടം വാട്സാപ്പ് ഗ്രൂപ്പും പങ്കുചേരുകയാണ്. ബഹുവന്യ ഗുരുവര്യർ രചിച്ച കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 63 കഥകൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരൻ ഹുസൈൻ മൂർഖനാണ് ഇത് അവതരിപ്പിക്കുന്നത്. നിങ്ങളേവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. ഒരു കഥ പറയാം. അബൂലഹബിനെ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രു. ഖുർആൻ ശപിച്ചയാളാണ് അയാൾ. അയാളുടെ പുത്രൻ ഉത്ബയും നബിയുടെ ശത്രു തന്നെ. ഈ ഉത്ബ തിരുപുത്രിയെ വിവാഹം ചെയ്തെങ്കിലും നബിയോടുള്ള വൈരാഗ്യത്താൽ മൊഴി ചൊല്ലി. അയാളുടെ പിതാവിനെ പറ്റി ഖുർആനിൽ ശാപം ചൊരിഞ്ഞതാണ് കാരണം. അയാൾ നബിയുടെ മുഖത്ത് നോക്കി പച്ചത്തെറി വിളിക്കുകയും ചെയ്തു. സഹികെട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾക്കെതിരെ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, നിന്റെ വേട്ടപ്പെട്ടികളിൽ നിന്നൊന്നിന് ഇയാൾക്കെതിരെ നീ പ്രയോഗിക്കണേ നാഥ എന്ന്. അത് അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ? അബൂലഹബിന് പേടിയായി. അയാൾക്കറിയാം നബിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന്. അയാൾ രഹസ്യമായി മകനോട് ഷാമിലേക്ക് രാജ്യം വിടാൻ പറഞ്ഞു. ഒടുവിൽ മനസ്സമാധാനമില്ലാതെ അബൂലഹബും കൂടെ പോയി. വല്ല കാര്യവുമുണ്ടോ? എല്ലാം അറിയുന്ന തമ്പുരാനോടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരിക്കുന്നത്. അസ്വദ് ബിനു ഹബാർ എന്നയാളാണ് അയാളുടെ കൂട്ടുകാരൻ. ഭൃത്യനാണ്. അവരെല്ലാം വിശ്രമിക്കാനായി വഴിയോരത്തിറങ്ങി. ഷറാഅത്ത് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അവിടെ ഒരു പുരോഹിതൻ്റെ പർണശാലയുണ്ട്. പടാപടാ മിടിക്കുന്ന ഹൃദയവുമായാണ് യാത്ര. ഒരു സമാധാനത്തിനായി ആ പുരോഹിതനെ കാണാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. അപകടം ഒഴിഞ്ഞുപോയിട്ടുണ്ടോ എന്നറിയാമല്ലോ. പ്രാർത്ഥന തട്ടുമോ എന്ന് പേടിച്ച് രക്ഷയില്ലാതെയാണ് ഓട്ടം. ഇതൊരു പരിശുദ്ധ ഇടമാണല്ലോ. ഇന്നത്തെ രാത്രി കിടക്കാനൊരിത്തിരി സ്ഥലം തരണം, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞൊപ്പിച്ചു. സമ്മതമെല്ലാം തരാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താലും കാര്യമില്ല, രക്ഷപ്പെടില്ല എന്നായിരുന്നു പുരോഹിതൻ്റെ മറുപടി. സമ്മതം കിട്ടി. അന്ന് രാത്രി ആ പുൽക്കുടിലിൽ കിടന്നുറങ്ങാമെന്ന് വെച്ചു. പുറത്ത് കട്ട പിടിച്ച ഇരുട്ടാണ്. തമ്പിലെ മുനിഞ്ഞു കത്തുന്ന മങ്ങിയ എണ്ണത്തിരിയുടെ വെളിച്ചമേയുള്ളൂ. ഭാണ്ഡങ്ങളും ചരക്കുകെട്ടുകളുമെല്ലാം വാതിൽക്കൽ തന്നെ നിരത്തി വഴിയടച്ചു. മകനെ സുരക്ഷിതമായി ചരക്കുകൾ കൊണ്ട് തീർത്ത വൃത്തത്തിൻ നടുവിൽ കിടത്തി. എല്ലാവരും അവനു ചുറ്റും കിടന്നു. അല്പം ആശ്വാസമായി. അബൂലഹബ് നെടുവീർപ്പിട്ടു. കഥ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പിന്നെയാണ് അത്ഭുതം നടക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കൂ കേട്ടോ. എങ്ങനെ കിടന്നിട്ടും തന്തക്കുറക്കം വന്നില്ല. എണീറ്റ് വീണ്ടും ചരക്ക് കെട്ടുകളുടെ കൂമ്പാരമുണ്ടാക്കി മകനെ വിരിപ്പ് വിരിയിച്ച് അതിൻ്റെ മുകളിൽ കിടത്തി. നേരിയ സമാധാനം. അർദ്ധരാത്രി കഴിഞ്ഞു കാണും. പെട്ടെന്നൊരു ഗർജനവും മുരളിച്ചയും കേട്ട് അവർ ഞെട്ടി. എവിടെ നിന്നാണെന്നറിയില്ല. അള്ളാഹുവിൻ്റെ വേട്ടപ്പെട്ടി, അതും ഞങ്ങളുടെ പൂർവികനായിരുന്നു. കൂടാരം തകർത്ത് അകത്തേക്ക് ചാടി. ഒരു വെടിയുണ്ട പോലെ കൂർത്ത പല്ലുകളും തിളങ്ങുന്ന കണ്ണുകളും തുള്ളുന്ന ജടയുമെല്ലാം ചോര മരവിപ്പിച്ചു. പേടിച്ചു വിറച്ച് അസ്ത്രപ്രജ്ഞരായി. അനങ്ങാൻ പോലും മറന്ന് ഓരോരുത്തരും അങ്ങനെ തന്നെ കിടന്നു. ആ സിംഹരാജൻ ആരെയും ആക്രമിച്ചില്ല.
ഓരോരുത്തൻ്റെയും മുഖം മണത്ത് വഴിമാറി നടന്നു. പിന്നെ ഒരൊറ്റ കുതിപ്പ്. ചരക്കിനു മുകളിൽ പേടിച്ചരണ്ട് ചുരുണ്ട് കിടന്നിരുന്ന ഉത്ബയുടെ കഴുത്തിൽ കടിച്ച് ഒന്ന് കുടഞ്ഞു. പിന്നെ അയാളെ അനായാസം പൊക്കിയെടുത്ത് അത് ഇരുളിൽ മറഞ്ഞു. ഒന്നൊച്ച വയ്ക്കാൻ പോലും അയാൾക്ക് സമയം ലഭിച്ചില്ല. നടക്കേണ്ടത് തന്നെ നടന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടേ കൂട്ടുകാർക്ക് വെളിവ് വന്നുള്ളൂ. ഞൊടിയിടയിൽ പിടഞ്ഞെണീറ്റ് എല്ലാവരും പുറത്തേക്കോടി. ഈ വന്യമൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാട്ടുഗ്രാമത്തിൽ എന്തിനാണ് നിങ്ങൾ തമ്പടിച്ചത് എന്നാണ് പുരോഹിതൻ അവരെ കണ്ടപാടെ ചോദിച്ചത്. അവർ ഞെട്ടിപ്പോയി. നിങ്ങൾക്കെന്നെ അറിയില്ലേ, ഞാൻ മക്കയിലെ നേതാവാണ്, പ്രമാണി. എൻ്റെ മോനെതിരിൽ മുഹമ്മദ് പ്രാർത്ഥിച്ചിരിക്കുന്നു. കുറച്ചപ്പുറത്ത് വികൃതമായി ചിന്നിച്ചിതറി തലവേറിട്ട് മുഖം തകർന്ന് ഉത്ബ കിടക്കുന്നു. സിംഹത്തെ അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടിയില്ല. തിരുമേനിയുടെ പ്രാർത്ഥന പുലരി പോലെ തെളിഞ്ഞു.